ഹായ്, ഞാൻ എന്നെക്കുറിച്ച് തന്നെ ഒരു ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് തരാം. എൻ്റെ പേര് രുദ്ര ഒബ്രോയ്. ഒബ്രോയ് ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സമ്പന്ന കുടുംബം കേട്ടോ. അതിൻ്റെ അഹങ്കാരമൊന്നും എനിക്കൊട്ടുമില്ല. എൻ്റെ കുടുംബത്തിലെ അഞ്ചാമത്തെ അഞ്ചാമത്തെ കുട്ടിയാണ് ഞാൻ. അഞ്ചാമത്തെ കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറുമ്പ് കേട്ടോ. 4 ആങ്ങളമാരുടെ ഒരേ ഒരു സഹോദരി, കുറുമ്പത്തി കേട്ടോ. ഈ കാണുന്ന രുദ്രയ്ക്ക് വേറെ കുറച്ച് മുഖങ്ങളും ബിഹേവിയറൊക്കെ ഉണ്ട് കേട്ടോ. അത് ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതെൻ്റെ ഫാമിലിയാണ്. എൻ്റെ ഫാമിലിയാണ് എന്നെ ഇത്രയും ധൈര്യത്തോട് ഒരു ആൺകുട്ടീനെ പോലെ വളർത്തി വിട്ടിരിക്കണം. എല്ലാ കുറുമ്പുകളും ഉണ്ട് കേട്ടോ. ഒന്നല്ല, ദേഷ്യക്കാരിയാണ്, സ്നേഹക്കാരിയാണ്, കുറുമ്പുകാരിയാണ്. അതെല്ലാത്തിനും സപ്പോർട്ട് എൻ്റെ സഹോദരൻ രുദ്രനാണ് കേട്ടോ. രുദ്രൻ മാത്രമല്ല, ബാക്കിയുള്ള സഹോദരങ്ങളും എനിക്ക് എപ്പോഴും സപ്പോർട്ടാണ്. കൂടാതെ എൻ്റെ അച്ഛൻ വരുൺ ഒബ്രോയ്. യഥാർത്ഥത്തിൽ എനിക്കും എൻ്റെ രുദ്രനും ഒറിജിനൽ പാരൻസ് ഇപ്പോൾ ജീവിച്ചിരിപ്പല്ല. അവർ വർഷങ്ങൾക്ക് മുന്നേ, അതായത് ഞങ്ങളുടെ കുട്ടിക്കാലം, ആ കുട്ടിക്കാലത്ത് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടതാണേ. അതിനുശേഷം എൻ്റെ അച്ഛൻ്റെ ഏട്ടനാണ് ഈ വരുൺ ഒബ്രോയ്. പുള്ളിയാണ് ഞങ്ങളെ ഏറ്റെടുത്ത് വളർത്തിയത്, വലുതാക്കിയതും ഞങ്ങളെ ഇപ്പോൾ കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് വളർത്തി വിട്ടതും. അതുകൊണ്ട് ആ നന്ദിയും കടപ്പാടും ഒന്നും ഒരിക്കലും പറഞ്ഞറിയിക്കാനോ മറക്കാനോ പറ്റാത്ത ഒന്നാണ്. അവരില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു അനാഥയായി ജീവിക്കേണ്ടതാണ്. എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത ഏതോ മഹത്തായ കാര്യമാണ് ഇങ്ങനൊരു ഫാമിലിയിൽ ജനിച്ചത്. ഇനി എന്നെക്കുറിച്ച് പറയണ്ടേ? നാളെ എൻ്റെ കല്യാണം കേട്ടോ. കല്യാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ ഒന്നും ക്ഷണിച്ചിട്ടില്ല. ഞങ്ങളുടെ ഫാമിലിയിലുള്ളവർ തന്നെയാണ് എൻ്റെ ഈ മാരേജിലുള്ളത്. പുറത്തുനിന്ന് ആരെയും ക്ഷണിച്ചിട്ടില്ല, ക്ഷണിക്കണമെന്ന് തോന്നിയിട്ടുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാരേജ് ഫേക്കാണ്. എന്നെ സംബന്ധിച്ച് റിയലാണ്. ബട്ട് എന്നെ കെട്ടാൻ പോന്നെ ചെക്കനെ സംബന്ധിച്ച് ഇത് 1 വർഷ എഗ്രിമെൻറ്റ് മാരേജാണ്. അത് കഴിഞ്ഞതിന് ശേഷം എന്നെ ഉപേക്ഷിച്ച് പുള്ളിക്കാരൻ പോകും. അത് മറ്റൊരു പെൺകുട്ടിയായിട്ട് ജീവിക്കാനായി. എനിക്ക് എത്ര കൂളായിട്ടാണ് പറയണല്ലേ. യഥാർത്ഥം അത് നമ്മൾ പറഞ്ഞാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവും ആ റിയാലിറ്റി എന്താണ് ഞാനും ഉൾക്കൊള്ളണമല്ലോ. അതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ കൂട്ടായി എൻ്റെ കുറുമ്പുകൾ ആസ്വദിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. കാരണം ആ ഒരവസ്ഥയിലല്ല ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതെന്ന് എനിക്കും അറിയാം. എൻ്റെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ല ഈ ഒരു റിലേഷന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ. ഈ കല്യാണം വരെ എത്തിക്കണമെന്ന് അവർക്ക് താല്പര്യമില്ല. എൻ്റെ ഒരേ ഒരു നിർബന്ധപ്രകാരമാണ് ഈ കല്യാണം തന്നെ നടക്കുന്നത്. ബിക്കോസ് ഹീസ് മൈൻ. എൻ്റെ മാത്രം, എൻ്റെ കുട്ടിക്കാല പ്രണയം. കൊതി തീർന്നിട്ടില്ലടോ. എൻ്റെ കിച്ചനുമായിട്ടുള്ള കിച്ചൻ ആരാണെന്നല്ലേ? ഓംകാര ഈശ്വർ. നാളെ മുതൽ ഓംകാര ഈശ്വർ ഒബ്രോയ് അവനാണ് എൻ്റെ വരൻ. നാളെ മുതൽ അവൻ്റെ മാത്രമായി ജീവിക്കാൻ പോവുക ഈ രുദ്രമ്മ. രുദ്രമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാരൂട്ടി, എൻ്റെ കിച്ചൻ്റെ സ്വന്തം ചാരൂട്ടി. ബട്ട് ഞാനാ ചാരൂസ് എന്ന് എൻ്റെ കിച്ചൻ അറിയില്ല കേട്ടോ. അറിഞ്ഞാൽ ഈ 1 വർഷം എഗ്രിമെൻ്റ് ഉണ്ടാവില്ല. എൻ്റെ ലൈഫ് ലോങ് എൻ്റെ കിച്ചനുമായിട്ട് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ജീവിതം ജീവിച്ചു തീർക്കാം ഞങ്ങളുടെ മക്കളുമായിട്ട് ചേർന്ന്. അത് നടക്കുമെന്നൊന്നും അറിയില്ല, എങ്കിലും ഒന്ന് ആഗ്രഹിച്ചു പോവുക കേട്ടോ. എൻ്റെ കിച്ചൻ എന്നെ വിട്ടിട്ട് എങ്ങും പോരുന്നു. അപ്പോൾ പിന്നെ ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ഈ ലൈഫ് സ്റ്റോറി നിങ്ങൾ കാണുകയല്ലേ. പിന്നെ ഒരു കാര്യം മറക്കണ്ട കേട്ടോ,
ഇത് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഈ സ്റ്റോറി രുദ്ര. ബട്ട് ഏതോ ഒരു സാഹചര്യത്തിൽ ആ ചാനൽ നമുക്ക് മിസ്സായി. അതുകൊണ്ട് നമ്മുടെ എഡിറ്റർ പെണ്ണിൻ്റെ കുറച്ച് കുസൃതി കാരണം നമുക്ക് നഷ്ടമായി. ഇല്ലെങ്കിൽ ആദ്യം മുതൽ നിങ്ങൾക്ക് ഈ സ്റ്റോറി കേൾക്കേണ്ടി വരില്ലായിരുന്നു. ഇത് കുറേ എപ്പിസോഡായിട്ട് നടക്കേണ്ട സാധനങ്ങളാണ് ഈ സ്റ്റോറി. അപ്പം നിങ്ങൾ ക്ഷമയും എല്ലാം ഉണ്ടെങ്കിൽ ഇത് കാണാൻ ശ്രമിക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഈ ലവ് സ്റ്റോറി ഒന്ന് കണ്ടു നോക്കാമല്ലേ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ വീഡിയോസ് കാണുന്ന എല്ലാ ഫ്രണ്ട്സിനും നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഈ ചാനൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് അടിക്കുക, ലൈക്ക് അടിക്കുക. വരണേട്ടാ. എന്താ മഹാ? ഏട്ടാ, ആ പയ്യനെ കാണാനില്ല. ഏത് പയ്യന്? അതാ നമ്മളുടെ രുദ്രമോളെ കെട്ടാൻ പോകുന്ന ചെക്കനില്ലേ, ആ ചെക്കനെ. ആ, അവനിപ്പോ എവിടെ പോവാനാ? അവനവിടെ എവിടെയെങ്കിലും കാണും. ഇല്ല ഏട്ടാ, ഞാൻ അവിടെ എല്ലാം നോക്കി, അവനെ കാണാനേ ഇല്ല. ഏട്ടാ, എനിക്കെന്തോ പേടിയാവുന്നു. എന്നാത്തിന് പേടിക്കണം? അല്ലേട്ടാ, മുഹൂർത്ത ടൈം ഇനി അടുത്തു. ഈ ടൈമിൽ ചെക്കനെ കാണാനില്ലെന്ന് പറഞ്ഞാ അതിപ്പോ. താനൊന്നും കൊണ്ട് വിഷമിക്കണ്ടോ. അവൻ എങ്ങോട്ടും പോവില്ല, അവൻ അവിടെ തന്നെ ഉണ്ടാവും. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഏട്ടാ. ഒന്നുമില്ലടോ, ഞാൻ നോക്കിയിട്ട് വരാമേ. ഏട്ടാ, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. എന്ത് പ്രശ്നം? ഒന്നും ഉണ്ടാക്കില്ല. താനിപ്പോ രുദ്ര മോളുടെ അടുത്തോട്ട് പോയിക്കോ. അവളിപ്പോ ആദ്യ പിടിച്ച് അവിടെ നിൽക്കാതിരിക്കോ. ആ ശരി ഏട്ടാ. ഏട്ടാ, സൂക്ഷിച്ച്, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. അറിയാവേ, രുദ്രമോള് ഒരുപാട് എക്സൈറ്റ്മെന്റിലാണ് ഈ ഒരു വിവാഹത്തിൽ. അറിയാം. നീ പൊക്കോ, ഞാൻ പിള്ളേരും കൂട്ടി അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഏട്ടാ. ഇല്ലാടോ, പോക്കോ, ഞാൻ നോക്കോളാന്ന്. ശരി. ശിവ, എന്താ സാ? അല്ല, ഓംകാരേശ്വർ അവിടെ ഇല്ലേ? അറിയില്ല അച്ഛാ. എന്തേ? നിങ്ങളെന്തായാലും അവനെ പോയി കൂട്ടിക്കൊണ്ടു. മുഹൂർത്തത്തിന് നേരമായിട്ട് വരുന്നുണ്ട്. ഇപ്പോഴാണെങ്കിൽ രുദ്രമോള് മണ്ഡപത്തിലോട്ട് പോയിട്ടുമുണ്ട്. എന്താ വെച്ചാ? അവനുണ്ടായിരുന്നല്ലോ. ശിവ, നിന്റെ അമ്മ ഇപ്പോഴാണ് അങ്ങോട്ട് പോയി നോക്കിയിട്ട് വന്നത്. അവനവിടെ ഇല്ലാന്ന്. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? എന്താ പറയാനുള്ളേ? അച്ഛാ, ഋതു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി തന്നെ പറയാൻ നിനക്ക് എന്നോട്. അച്ഛാ, ഒന്നും കൂടി ആലോചിച്ചിട്ട് വേണ്ടേ? നമ്മളുടെ രുദ്രനെ കൊണ്ട് അവനെ കെട്ടിക്കാൻ. അതിപ്പോ രുദ്ര തീരുമാനിച്ച കാര്യമല്ലേ. അവരുടെ ഇഷ്ടത്തിന് ആണല്ലോ നമ്മളെപ്പോഴും മുൻതൂക്കം കൊടുക്കാറ്. ഇതും അതുപോലെ തന്നെ. അച്ഛാ, അത് വേണോ? ഋതു, അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. രുദ്രന്റെ തീരുമാനത്തിന് എതിരെ നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. നിനക്കും അറിയാവുന്നതല്ലേ, ഓംകാര അവൾക്ക് ഒട്ടും. ഋതു, ഓംകാര നമ്മുടെ രുദ്രയ്ക്ക് സുപരിചിതമായ ആള് തന്നെയാണ്. അവളുടെ കുട്ടിക്കാല സുഹൃത്തും അവളുടെ കുട്ടിക്കാല പ്രണയവുമാണ്. ഇനിയിപ്പോ നീയോ ഞാനോ അതോ അവളുടെ മൂത്ത ഏട്ടൻ ശിവൻ പറഞ്ഞാൽ പോലും അവൾ കേൾക്കില്ല. നിനക്കറിയാവുന്ന കാര്യമല്ലേ. അച്ഛാ, ഇനി ഒന്നും പറയാനില്ല. അച്ഛാ, രുദ്രൻ എന്തായാലും ഇപ്പോൾ വരില്ലെന്നാ പറഞ്ഞേക്കുന്നത്. അതിന് രുദ്രനോട് ക്ഷമയും ചോദിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഏതോ വലിയൊരു ബിസിനസ് ട്രിപ്പിലാണ്. അത് കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോ നമ്മൾ തന്നെ മുൻകൈ എടുക്കണല്ലേ. നമ്മൾ തന്നെ മുൻകൈ എടുക്കണം, അല്ലാതെ വേറൊരു നിവൃത്തിയില്ല. പിന്നെ അല്ല, നിങ്ങളുടെ അനിയത്തിനെ കൊണ്ട് ഈ വിവാഹത്തിൽ നിന്ന് പിന്തിരിക്കാമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. അവൾ ഒന്ന് തീരുമാനിച്ചതാണ്. എനിക്കത് അവനെക്കാട്ടി നിങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമല്ലേ അത്. അതെ വെച്ചാ, എങ്കിൽ പിന്നെ മക്കളുമാരെ മിണ്ടാതെ വായും മൂടി കെട്ടിക്കൊണ്ട് അവനെ പോയി മണ്ഡപത്തിലോട്ട് കൂട്ടിക്കൊണ്ടോ. അതാ നിങ്ങൾക്കും നല്ലത്, എനിക്കും നല്ലത്. അല്ലെങ്കിൽ അറിയാലോ പെണ്ണിന്റെ തനി കോണം. അറിയാച്ച. അച്ഛ, എടാ ഋതു,
നിന്നോടാ ഞാൻ പറഞ്ഞത്, ഇനിയൊന്നും നമ്മള് പിടിച്ചാൽ കിട്ടുന്ന സ്ഥലത്തല്ല ഉള്ളത്. അതുകൊണ്ട് അതാ നിങ്ങളുടെ കുഞ്ഞു പെങ്ങളുടെ ഇഷ്ടത്തിനും തീരുമാനത്തിനും മുന്നോട്ട് നമുക്കും പോവാം. അതാ നല്ലത്. അല്ലാതെ ഒരു നല്ല കാര്യം നടക്കുമ്പോ അതിന് തടസ്സമായിട്ട് നിൽക്കുകയല്ല. അച്ഛൻ, ഞാൻ തടസ്സമായിട്ട് നിന്നതല്ല. എനിക്ക് അവന് ഇഷ്ടമല്ല കേട്ടോ. അവന്റെ ആ കറാൻ പറഞ്ഞ സ്വഭാവം ഉണ്ടല്ലോ, അത് കാണുമ്പോ തന്നെ എനിക്ക് അവൻ പഞ്ഞിക്കിടാൻ തോന്നും. എടാ ഋതു, വേണ്ട. ഇനി അങ്ങോട്ട് നിന്റെ അളിയനവൻ. അളിയനയിൽ ഒരു കോപ്പുമില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. അങ്ങനെ എനിക്ക് അളിയനായിട്ട് കാണാനും പറ്റത്തില്ല. എടാ വേണ്ട. ശിവേട്ടൻ കൂടെ എന്നെ മനസ്സിലാക്കാതെ പോവാണോ? എനിക്ക് അവനുമായിട്ട് വലിയൊരു വൈരാഗ്യമുണ്ട്, അതറിയാലോ. എടാ അതൊക്കെ മറക്ക്. അത് നമ്മുടെ രുദ്രമോള് തന്നെ മറന്നതല്ലേ ഏട്ടാ. എന്നാലും അവൻ കാരണല്ലേ. ഋതു വേണ്ട, സ്റ്റോപ്പ് ചെയ്. നമ്മൾ അത് മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. വീണ്ടും വീണ്ടും അത് പറഞ്ഞ് നമ്മളെ മനസ്സ് തന്നെ ഇല്ല ഏട്ടാ. ഇനി ഇതിനെ കുറിച്ച് ഞാൻ ഒരക്ഷരം വേണ്ടില്ല. പിന്നെ എന്റെ അനിയത്തിനെ എങ്ങാനും കരയിപ്പിക്കാനോ അവന്റെ തീരുമാനമെങ്കിൽ അതിന് അവന് ജീവനം ഉണ്ടാവില്ല. അത് ഞാൻ ഉറപ്പ് തരാം. അങ്ങനെയൊന്നും ഉണ്ടാവില്ലടാ. നീ പോയി, അല്ല വേണ്ട, നീ എന്തായാലും രുദ്രന്റെ അടുത്തോട്ട് പോയിക്കോ. ഞാനും ഇവനെയും കൂടെ അവനെ കൂട്ടിക്കൊണ്ടുവന്നോളാം. ഏട്ടാ ഞാനും വരാം. വേണ്ട, ഇപ്പോഴത്തെ അവസ്ഥയിൽ വരണ്ട. ശരി ശരി ഏട്ടാ. അതി എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? നീയല്ലേ അവൾക്ക് വാക്ക് കൊടുത്തത് രുദ്രനെ കല്യാണം കഴിച്ചോളാന്ന്. എടാ അത് നിനക്ക് അറിയാലോ. അഞ്ജു അവന്റെ കസ്റ്റഡിയിലോ. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാടാ? അറിയാടാ, ഇപ്പോ ഇതല്ലാതെ വേറെ വഴിയൊന്നും എന്റെ മുന്നിലോ നിന്റെ മുന്നിലോ ഇല്ല. സത്യം പറഞ്ഞ അവളുടെ ജീവൻ വെച്ചിട്ടോ ഇവളും അവന്മാരും കൂടെ ചേർന്ന് എന്നെ ട്രാപ്പിലാക്കിയേക്കുന്നത്. അറിയാടാ. എടാ ഇപ്പോ എങ്ങനെങ്കിലും ഈ കല്യാണം നടക്കണം. അത് മാത്രം ചെയ്താൽ മതി. അത് കഴിഞ്ഞു നീയും അഞ്ജു സേഫായി മറ്റൊരിടത്ത് പോയാൽ മതി. അതിന് ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും. അഭി, എടാ അഞ്ജു ഇതൊക്കെ അറിഞ്ഞ അത് ക്ഷമിക്കും. കാരണം അവക്ക് വേണ്ടിയല്ലടാ നീ ഇത്രയും കഷ്ടപ്പെടുന്നേ. എടാ എങ്കിലും എന്റെ ഷാരു ആടാ, നിന്റെ ഷാരു അവൾക്ക് മനസ്സിലാവും. കാരണം അവന്മാരുടെ കയ്യിലല്ലേ അവളെന്തായാലും ചെയ്താ അതിന് സഹിക്കാൻ പറ്റും. ഇല്ലടാ, അതുകൊണ്ട് മാത്രം ആ അഹങ്കാരി കല്യാണം കഴിക്കാന്ന് തന്നെ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തത്. ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. അറിയാടാ. ഹലോ ഓംകാരേശ്വർ ബ്രോയ്, എന്താണ് കൂട്ടുകാരനും താനുമായിട്ട് ഒരു ഗൂഢാലോചന? ഈ കല്യാണത്തിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടോ? ഉദ്ദേശം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് അതിനുള്ള തടയിടാ. ഞങ്ങൾക്ക് എസ്കേപ്പ് ആവാനുള്ള പ്ലാനൊന്നുമില്ല. ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്താൽ എനിക്കൊരു വാക്കേ ഉള്ളൂ, അവൾ തന്തേ ഉള്ളൂ. അല്ല, ഞങ്ങൾക്ക് പല തന്തന്മാരാണല്ലോ. ആടാ പല തന്തന്മാരാ. എടാ വേണ്ട, ഒന്ന് നിർത്തണം അമ്പി. കുറച്ച് നാളായിട്ട് ഇതെന്നെ ടോർച്ചർ ചെയ്യാ. എന്താടാ വാല് വെക്കുന്നേ? നിന്റെ വാലിന് അടി വേണോ? നിന്റെ വാല് ഏതാണെന്ന് ഞങ്ങൾ പറഞ്ഞു തരണ്ടല്ലോ. അവൾ അഞ്ജലി വേണ്ട, അവൾക്ക് വേണ്ടിയാ ഈ കല്യാണത്തിന് തന്നെ ഞാൻ സമ്മതം മൂളിയത്. അവൾക്ക് വേണ്ടി മാത്രം ആണല്ലോ. അറിയാലോ അത്. എങ്കിൽ പിന്നെ എന്റെ പൊന്നടിയൻ വരുന്നത് നല്ലത്. കേട്ടടാ ആംകാര ഈശ്വർ ബ്രോയ്. ഋതു, ധൈര്യമായിട്ട് ഈ ഉബ്രോയ് എന്ന് പറയുന്ന പദവി എനിക്ക് വേണ്ട. തലയും വാലും ഒന്നുമില്ലാത്ത ഈ പദവി വേണ്ട. ആര് പറഞ്ഞടാ തലയും വാലും ഇല്ലാത്ത ഒരു പദവിയാണ് ഈ ഒബ്രോയ് ഫാമിലിയുടെ തലക്കെട്ടിരിക്കുന്നെന്ന്? നീ മാത്രം പറഞ്ഞാൽ മതിയോ? ഈ ഒബ്രോയ് ഫാമിലി എന്താണെന്ന് നിനക്കറിയോ? അതെങ്ങനെ അറിയാൻ പറ്റും? നിന്നെ പോലെ ഏഴകൾക്ക് പറ്റിയതല്ലല്ലോ ഒബ്രോയ് ഫാമിലി. പക്ഷെ എന്ത് ചെയ്യാ, എന്റെ കുഞ്ഞനിയത്തടാ, സോറി ഞങ്ങളുടെ കുഞ്ഞനിയത്തടെ ഒരേ ഒരു ദുർവാശി അത് നീയാ. അത് കാരണ നിന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരനെ കൊണ്ട്
ഞങ്ങളുടെ പെങ്ങളെ കെട്ടിക്കുന്നേ. അവൾ ഒന്ന് നോ പറഞ്ഞെങ്കിൽ ഇപ്പോൾ കൂടെ സമയമുണ്ട്. ഈ കല്യാണം ഞങ്ങൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അതാണ് എനിക്ക് വേണ്ടത്. പക്ഷെ അത് ചെയ്യുന്നില്ല നിങ്ങളും. അവളിത് ചെയ്യുന്നതുമില്ല, നിങ്ങളും അത് ചെയ്യുന്നില്ല. അതിന് അഹങ്കാരിയല്ല, അഹങ്കാരി പണക്കൊഴുപ്പ് കാരണം ഇന്നും കാട്ടിക്കൂട്ടാന്നു അവർ ചിന്തിച്ചു വെച്ചിരിക്കാതെ. എങ്ങനാ വളർത്തു ദോഷത്തിനെ കുറിച്ചൊന്നും നീ പറയണ്ട. നിനക്കറിയാവോടാ നിന്റെ തന്റെയും തള്ളയും ഏതാണെന്ന്? ഋതു, എന്റെ ഫാമിലിനെ തൊട്ട് നീ കളിക്കണ്ട. ആടാ, സത്യം പറയുമ്പോ കേൾക്കുള്ളൂ. സത്യം സത്യം നിങ്ങൾ പറഞ്ഞു. എനിക്ക് കുട്ടിക്കാലത്ത് ഒരു ആക്സിഡന്റ് എന്റെ അച്ഛനും അമ്മേനും ഇഷ്ടപ്പെട്ടതാ. അതിനുശേഷം എന്നെ വളർത്തു വരികയൊക്കെ എന്റെ മാമനാ. അതാ അറിയാലോ. എങ്കിൽ എന്റെ പൊന്നുമോൻ വായി മൂടിക്കെട്ടിട്ട് ഞങ്ങളുടെ പിറകെ വാ. എനിക്ക് കുറച്ച് സമയം തരണം. എന്ത് സമയം? ഇത് കൂടുതൽ സമയമൊന്നും തരാൻ പറ്റൂല. നീ ഇപ്പോ ഞങ്ങളുടെ കൂടെ വരണം പ്ലീസ്. ഇത് പ്ലീസ്. അവന് കുറച്ച് സമയം കൊടുത്തൂടെ? ഒരു 5 നിമിഷം. ശരി 5 നിമിഷം തരത്തുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ വീണ്ടും ഇവിടെ വരാൻ ഇടവരുത്തിക്കരുത്. അപ്പോ ഞങ്ങൾ മുന്നാലെ പോവാം, നിങ്ങൾ പിന്നാലെ വാ. കേട്ടോടാ? ഓംകാര ഈശ്വർ. ഇനിയൊരു മുഖമായിരിക്കല്ലോ ഉണ്ടാവുന്നത്. മര്യാദയ്ക്ക് വന്നാൽ നിനക്കൊക്കെ കൊള്ളാം. ഇല്ലെങ്കിൽ അടിച്ച് മുറുക്കിയിട്ടായിരിക്കും ഇവിടുന്ന് കൊണ്ടുപോവാ. എന്തായാലും അവൾ ആഗ്രഹിച്ചല്ലോ നിന്നെ, അപ്പോൾ അവൾക്ക് നിന്നെ കൊടുക്കണം. അത് ഞങ്ങൾ വാക്ക് കൊടുത്തതാ. അത് തെറ്റിക്കാനൊന്നും ഞങ്ങൾ പോകുന്നില്ല. അവള് വേണ്ടെന്ന് പറയുന്നത് എപ്പോഴാണോ അപ്പൊ നിന്നെ ഡസ്റ്റ്ബിൻ ഇടുന്ന കണക്ക് ഇട്ടേക്കാം. ഡസ്റ്റ്ബിൻ? എടാ പഞ്ഞ, എടാ വേണ്ട. എടാ സിറ്റുവേഷൻ നീ മനസ്സിലാക്ക്. അത് കുറെ നേരമായില്ലടോ ഇവര്. എടാ പ്ലീസ്. എടാ നമ്മുടെ അഞ്ജുവിന് വേണ്ടി അവർക്ക് വേണ്ടി മാത്രം ഈ ടോസ്റ്റർ ഞാൻ സഹിക്കുന്നത്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അബി, എന്റെ തനിക്കോണം അവന്മാര് കണ്ടേനെ. എന്തോടെ അവിടെ പിരിപിടിക്കുന്നേ? എന്തെങ്കിലും പറയാണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയാൻ എന്റെ പൊന്നളിയാ. ഇങ്ങനെ കൂട്ടുകാരനോട് പറഞ്ഞ് കരയണ്ട. അതിനു വേണ്ടി ഇവിടെ ഒന്നും നടന്നിട്ടില്ലല്ലോ. നിന്നെ മണ്ഡപത്തിലൊക്കെ ക്ഷണിക്കാനാ വന്നത്. നീ എന്തായാലും എഗ്രിമെന്റിൽ സൈൻ ചെയ്തല്ലേ 1 ഇയർ റിലേഷൻഷിപ്പിലോട്ട് പോവാനും. അപ്പൊ എന്നാ ഞങ്ങൾ പറയുന്നത് നീ കേട്ടേ പറ്റും. എന്തായാലും സുഹൃത്തിനെ കൂട്ടി പെട്ടെന്ന് മണ്ഡപത്തിലോട്ട് വന്നോ. ബാക്കി അവിടെ വെച്ച് തീരുമാനിക്കാനൊന്നുമില്ല, കെട്ട് നടപ്പാക്കാം. എങ്കിൽ ശരി, വന്നോ. ഒരുപാടൊന്നും താമസിക്കില്ലേ. ഞങ്ങൾക്കാണെങ്കിൽ ദേവിയും ദാക്ഷിണ്യൊന്നുമില്ല. നിന്റെ അഞ്ചുരപ്പ് പിന്നെ എനിക്ക് കാണാൻ പോലും കിട്ടില്ല. അവളെ ജീവനോടെ ശവമായിട്ടായിരിക്കും വരുന്നത്. ശവപ്പെട്ടി കിടത്തി. അതുകൊണ്ട് എന്റെ പൊന്നറിയാ, വേറെ കാട്ടിക്കൂട്ടലൊന്നും കാട്ടിക്കൂട്ടണ്ട. ഇപ്പൊ മര്യാദക്കുട്ടനായി ഞങ്ങൾ പറയുന്നതെല്ലാം കേട്ട് വന്നാൽ നിനക്കും കൊള്ളാം, നിന്റെ ഫാമിലിക്കും കൊള്ളാം. ഓക്കെ, അപ്പൊ നിങ്ങൾ പോട്ടടാ. കൊല്ലേടാ, ഇനി ഞാൻ വന്നോളൂ. വാ, നമുക്ക് പോവാം. വാ, എങ്കിൽ നമുക്ക് പോവാം. എടാ ഋതു, വേണ്ട. ചുമ്മാ എന്റെ വിനയേട്ടാ. ഇവനൊക്കെ ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്താലേ ഇവനൊക്കെ ശരിയാകത്തുള്ളൂ. എടാ എങ്കിലും ഇത്തിരി കൂടിപ്പോയല്ലേ. എന്ത് കൂടിപ്പോവാൻ? എടാ നാളെ നിന്റെ അളിയനാ. എന്റെ മാത്രമല്ല, വലിയേട്ടന്റെയും കൊച്ചേട്ടന്റെ ഒക്കെ അല്ലേ. അതിനെ കൂട്ടത്തി ഒരു സൈഡിൽ എന്റെയും. എടാ ഋതു, ചുമ്മാ കളിക്കില്ല. നീ ഇങ്ങനെ കുട്ടിക്കളി കളിക്കുന്നത് ശരിയല്ല. എടാ ഈ മാരേജ് കഴിഞ്ഞാൽ ഉടനെ നീ അഞ്ചൂടെ അടുത്തോട്ട് പോവാ. ഞാനെന്തിനാ അവളെ കാണാൻ പോന്നെ? ഞാനെന്താ അവളെ കല്യാണം കഴിയുമ്പോ? ഏതാ അവൾക്ക് ഫുഡ് വല്ലതും കൊടുക്കണ്ടേ? അതിനല്ലേ അവന്മാർ അവിടെ നിൽക്കുന്നേ, ജാക്സണും ജോണും. എടാ അവന്മാര് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വെക്കും. അറിയാലോ, സേഫായിട്ട് വേണം അവളെ നമ്മൾ ഡീൽ ചെയ്യാൻ. അവളാണെങ്കിൽ കുനിഷ്ട ബുദ്ധിക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണം. അറിയാലോ, നമ്മുടെ കയ്യിൽ നിന്ന് അവളെ എസ്കേപ്പ് ആവാൻ പാടില്ല. ഒരു 6 മാസം വരെങ്കിലും. എന്റെ വിനയായിട്ടാ അതെല്ലാം എനിക്ക് വിട്. അവൾ എങ്ങോട്ടും പോയില്ല, ഒരു കോപ്പിലോട്ടും പോയിട്ടില്ല. ഞാനല്ലേ. എടാ നീ പോണേ, അതൊക്കെ ഞാൻ പോവാ. എന്തായാലും വിശ്വാസപ്രദമായ സദ്യയായിട്ട് അങ്ങോട്ട് പോയേക്ക. കല്യാണം ഒന്ന് കഴിയട്ടെ. ഞാനും കണ്ടേ കുഞ്ഞു പെങ്ങളുടെ കല്യാണം.
അത് നിങ്ങൾ എനിക്ക് നിഷേധിക്കുകയാണോ? നിഷേധിക്കുകയൊന്നുമല്ല, എങ്കിലും നിങ്ങളുടെ ഒരു കണ്ണവിടെ വേണം. എന്റെ രണ്ട് കണ്ണും അതുകൊണ്ട് പേടിക്കണ്ട. ശരി, ഞാനെങ്കിൽ അച്ഛനോട് പോയി പറയണ്ടേ അവനതുണ്ടെന്ന്? അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. നിങ്ങൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊന്നും നോക്ക്. വേണ്ട ഗസ്റ്റുകളൊക്കെ. അതിന് ഗസ്റ്റുകളൊന്നും ഇല്ലല്ലോ, നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ലടാ, അച്ഛൻ്റെ ഇത് ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. അവരെ കൂടാതെ ഈ കല്യാണം നടത്താൻ പറ്റൂലല്ലോ. കൂടാതെ നമ്മുടെ രുദ്രന്റെ കമ്പനിയിലെ ഫുൾ സ്റ്റാഫ്സും വരുന്നുണ്ട്. അവരെ കൂടാതെ ഒരു കല്യാണം, എല്ലാത്തിനും ഒരു എവിഡൻസ് വേണ്ടേ? ഇന്ന് ഉപകരിച്ചില്ലേലും എന്തെങ്കിലും ഒരു ഉപകാരമാവും. അതും ശരിയാ, ഇവനൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോവാം. വിനേട്ടാ, വാ. വലിയേട്ടനപ്പോ അച്ഛൻ്റെ അടുത്തിട്ട് ചെന്നു. മണ്ഡപത്തിൽ ഏട്ടൻ ഉണ്ടാവണം. ശരിയാ, നിങ്ങൾ എന്തായാലും പോയിട്ട് വാ. എടാ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വെക്കല്ലേ. ഞങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. ശിവേട്ടൻ പേടിക്കാരെ അല്ല വല്ലേട്ടാ? ശരി. അണ്ണ, എന്താടി പെങ്കൊച്ചെ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലായ്മ പോലെ? എന്തേ, നിനക്ക് ഈ കല്യാണത്തിനോട് താല്പര്യമല്ലേ? നിന്റെ അഫെയർ ഉള്ളൊരു വ്യക്തിയല്ലേ കിച്ചൻ? അതേ നിന്റെ ഓംകാരേശ്വർ. എന്നിട്ട് എന്തേ പെങ്കൊച്ചെ നിന്റെ മുഖത്തൊരു ഉഷാറില്ലായ്മ പോലെ? എന്തേ, ഇന്നലെ പണി പറ്റിച്ചോ? എടി ഒന്ന് പോയേ നീ. എന്താടാ, എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാ? ഉണ്ടോന്ന് വെച്ചാ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നേ. ബട്ട് എങ്കിലും ഒരു എന്താടി പെങ്കൊച്ചെ, എന്താ നിന്റെ വിഷയം ഇപ്പോ? എന്തിനാ നീ ഇങ്ങനെ സെഡായിരിക്കുന്നേ? എടാ, ഏട്ടന്മാര് കിച്ചനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. അവിടെ എന്തെങ്കിലും സീൻ ഉണ്ടായിട്ടുണ്ടോന്ന് ഒരു പേടിയുണ്ട്. കൂടാതെ ഋതുവേട്ടനും വല്യേട്ടനും വിനയേട്ടനും ഒന്നും ഈ മാരേജിനോട് ഇഷ്ടമില്ല. നിനക്കറിയാലോ, കിച്ചൻ എൻ്റെ കുട്ടിക്കാല സ്വപ്നമാണ്, എൻ്റെ ബാല്യകാല പ്രണയമാണ്. ബട്ട് കിച്ചന് പോലും അറിയില്ല ഞാൻ ആ കിച്ചൻ്റെ ചാരുവെന്ന്. അതെങ്ങനെ അറിയാനാ? അവിടെ ഒരുത്തി ഉണ്ടല്ലോ, അഞ്ജലി. അവള് നിന്റെ കിച്ചൻ്റെ ചാരുവായിട്ട് അഭിനയിച്ചങ്ങ് തകർക്കുകയല്ലേ. അവർക്ക് ഓസ്കാർ അവാർഡ് വല്ലതും കൊടുക്കണം. എടാ, അത് എൻ്റെയും പേടി. അവിടെ നമ്മൾ കിഡ്നാപ്പ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ കിച്ചൻ ഞാൻ പറഞ്ഞ എഗ്രിമെൻറ്റിന് സൈൻ ചെയ്തത്. 1 ഇയർ ഗ്യാരണ്ടി മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഈ റിലേഷന്. അതും എനിക്കൊരു കുട്ടീനെ തരണം. അതിനെല്ലാം പുള്ളിക്കാരൻ സമ്മതിച്ചില്ലേ? എന്നിട്ടല്ലേ സൈൻ ചെയ്തു? എടാ, അത് അഞ്ജുവിന് വേണ്ടിയല്ലേ? അഞ്ജുവിന് വേണ്ടിയായാലും എന്താ? നിന്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കിച്ചൻ്റെ ചോറയിൽ ഒരു കുഞ്ഞ്, അതാണ് നിന്റെ ആഗ്രഹം അല്ലേ? നിന്റെ സ്വപ്നത്തിന്റെ അവകാശി, നിന്റെ കമ്പനിയുടെ അവകാശി, നിനക്ക് ജീവിക്കാനുള്ള പ്രേരണ അതല്ല അല്ലേ ആ കുഞ്ഞ്? ആ കുഞ്ഞിനെ കൊണ്ട് നീ ഉദ്ദേശിക്കുന്നതും അതെ തന്നെയല്ലേ? അവിടെ എനിക്ക് ഉറപ്പുണ്ട്, കിച്ചണിൽ എനിക്കൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ കിച്ചൺ എല്ലാ സത്യവും മനസ്സിലാക്കുമെന്ന്. ഞാൻ ആ കിച്ചൻ്റെ ചാരു എന്നു. പിന്നെന്താ, നിന്റെ തന്നെ ഇഷ്ടമല്ലേ ഈ കല്യാണം നടക്കണമെന്ന്? എന്നിട്ട് നീ തന്നെ ഇങ്ങനെ സാഡായിട്ടിരുന്ന പിന്നെ ബാക്കിയുള്ളവരൊക്കെ എന്താ വിചാരിക്കുക നിന്നെക്കുറിച്ച്? നിന്റെ അച്ഛൻ, നിന്റെ അമ്മ, അവർ പരലോകത്തിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടാവല്ലേ? ആടാ, എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ കുട്ടിക്കാലം തന്നെ മരിച്ചു പോയതാ ഒരു ആക്സിഡൻറ്റിൽ. അതിനുശേഷം ഫർണച്ചനാ ഞങ്ങളെ വളർത്തി വലുതാക്കിയത്, എന്നെയും എൻ്റെ രുദ്രനെയും. ആട്ടെ, നിന്റെ രുദ്രൻ എപ്പോഴാ വരിക? പുള്ളിനെ ഒന്ന് കാണാൻ കിട്ടുന്നത് പോലും ഇല്ലല്ലോ. കുറേ വർഷമായില്ലേ പോയിട്ട് US-ൽ. എന്നിട്ടും ചെക്കനൊന്ന് ഇങ്ങോട്ടൊന്നും വന്നില്ലല്ലോ, ഇവിടം വരെ ഒന്നും വന്ന് നിന്നെ കണ്ടതില്ല, നിന്റെ കല്യാണത്തിന് വന്നില്ല. എന്താടി പെങ്കൊച്ചെ, അവന് ഈ കല്യാണത്തിനോട് താല്പര്യമില്ലേ? എടാ, രുദ്രൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. രുദ്രൻ അറിഞ്ഞത് സമ്മതിക്കുകയും ചെയ്യില്ല. നിനക്കും അറിയാമല്ലോ അന്ന് നടന്ന ആ ഇൻസിഡൻറ്റ്. കിച്ചൻ കാരണ ആ ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് അവൻ ഇപ്പോഴും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുക. അതിന് ഒരു തെറ്റിദ്ധാരണയല്ലല്ലോ അത്, അതല്ലേ സത്യം. ഓംകാരേശ്വർ കാരണല്ലേ നിനക്കന്ന് ആ ഒരു ഇൻസിഡൻറ്റ്. എടാ മതി, കിച്ചൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് കിച്ചന് ഞാൻ ചാരുവിനെ അറിയത്തുമില്ലല്ലോ. പിന്നെങ്ങനാ കിച്ചനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ കിച്ചൻ്റെ പിറകെ പോയപ്പോഴല്ലേ എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. ഞാൻ അതെല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും വീണ്ടും അത് ഓർക്കാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അത് വീണ്ടും ഞാൻ ആലോചിച്ച് പോയാൽ തകർന്നു പോവും, തകർന്ന് തരിപ്പണാവും എൻ്റെ ആഗ്രഹവും
എല്ലാം ആ ഒരു ഇൻസിഡൻറ്റ് ശേഷം ഈ കാണുന്ന രീതിയിലുള്ള രുദ്ര ഒബ്രോയ് ആയത് ഇവിടെ നിന്റെ മുന്നിലും എൻ്റെ ഫാമിലിയുടെ മുന്നിലും നിൽക്കുന്നത് ആ ഒരു ഇൻസിഡൻറ്റ് മാത്രമാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു. എൻ്റെ ക്യാരക്ടർ തന്നെ ചേഞ്ചായി. എനിക്ക് എല്ലാത്തിനോടും ഒരു വൈരാഗ്യം ഉണ്ടായി. എന്ത് കണ്ടാലും എനിക്കതിനെ നേടണമെന്നുള്ള ഒരു വൈരാഗ്യം. കൂടാതെ ഓണങ്ങളെന്ന് പറയുന്ന എടി എന്തോന്നാടി, ഇല്ല, എല്ലാ ആണുങ്ങളെയും നമുക്ക് അടച്ചങ്ങ് ആക്ഷേപിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് പേർ മൃഗങ്ങളെക്കാൾ മൃഗങ്ങളെ എന്ന് പറയാൻ പറ്റില്ല, മൃഗങ്ങൾക്കും ഉണ്ട് അതുങ്ങളുടേതായ കുറച്ച് രീതി. അതിനെക്കാട്ടി മോശമായ മോശം എനിക്ക് പറയാൻ വാക്കുകളില്ല. എടാ മതി, നീ കരയാതെ. ഞാൻ അറിയാതെ അത് വീണ്ടും ഓർമ്മിപ്പിച്ചു പോയി. സോറി, എന്നോട് ക്ഷമിക്കടാ. ഇല്ലടാ അന്നക്കുട്ടിയെ, അതെല്ലാം ഞാൻ മറന്നു, എല്ലാം മറക്കും. എടാ വാ മോളെ, ഇതുവരെ കഴിഞ്ഞില്ലേ? ആ അമ്മ വരാ.